Good morning, friends. Welcome to the second day of lockdown. ഇന്ന് ചെറിയൊരു പോയിന്റ് ഹെൽത്തിനെ കുറിച്ച് നിങ്ങളായിട്ട് എനിക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ലൈവിൽ. എന്താണെന്ന് വെച്ചാൽ, ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഇത്രയധികം അസുഖങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയും. എന്തുകൊണ്ട് പണ്ടത്തെ ആളുകളെല്ലാം ദേ വെർ ലിവിങ് ലോങ് ഡൈയിങ് ഷോർട്ട്. ഇപ്പോഴത്തെ ആളുകളെല്ലാം ലിവിങ് ഷോർട്ട് ഡൈയിങ് ലോങ്. ഒരു 10-40 വയസ്സാകുമ്പോഴേക്കും ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, മുട്ടുവേദന, കാലുവേദന, മേലുവേദന, ക്യാൻസർ എന്ന് വേണ്ട ഒരിക്കലും മാറാത്ത അസുഖങ്ങൾ വന്നുപെടുന്നു. ഇപ്പോൾ ഇതേ കൊറോണയും വന്നേക്കുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒരു ചെറിയൊരു പോയിന്റ് ആസ് എ സൊല്യൂഷൻ I want to introduce to you. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വീടുകളിലേക്ക് കണ്ടമാനം കെമിക്കൽസ് വന്ന് കയറിയിട്ടുണ്ട്. അത് പേസ്റ്റായിട്ടും സോപ്പായിട്ടും ക്ലീനിങ് ലിക്വിഡായിട്ടും കൊതുക് തിരിയായിട്ടും വാഷിംഗ് ഡിറ്റർജൻ്റായിട്ടും പല ഐറ്റംസ് നമ്മൾ അറിയാതെ കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ ഇതെല്ലാം കഴിച്ച് കുറേ എല്ലാം അകത്ത് പോയി. പിന്നെ പ്രകൃതിക്കും മനുഷ്യനും എല്ലാവർക്കും കേടായിട്ടുള്ള കെമിക്കൽസ് നമ്മൾ അറിയാതെ വന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ ഇന്നത്തെ വരുന്നതിൻ്റെ ഉദ്ദേശം കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഡിറ്റർജൻറ്റ് പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ആ പ്രോഡക്റ്റിൻ്റെ പേരാണ് ആംബേയുടെ S8 എന്ന് പറയും. ആംബേയുടെ S8 സർഫെക്റ്റൻ്റ് 8. ഇതിന് ബേസിക്കലി എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഇതിൻ്റെ ബയോകോസ്റ്റ് ഫോർമുലയാണ്. ഇതിലൊരു ബയോകോസ്റ്റ് ഫോർമുല ഉണ്ട്. എന്താണ് ബയോകോസ്റ്റ് ഫോർമുല എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നാച്ചുറൽ സോഴ്സിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. അതായത് ഇതിൻ്റെ എല്ലാ ഐറ്റംസും ബയോളജിക്കലി ബയോഡിഗ്രേഡബിൾ ആണ്. അതിൽ പ്രകൃതിയിൽ ലയിച്ചു പോകും. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ സ്കിൻ ടെസ്റ്റഡ് ആണ്. അതായത് മനുഷ്യൻ്റെ സ്കിന്നിനോ മനുഷ്യനോ പ്രകൃതിക്കോ യാതൊരു ദോഷം വരാത്ത ഡിറ്റർജൻ്റാണ്. ഇനി സാധാരണ ഡിറ്റർജൻറ്റ്, അതിൽ സാധാരണ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടാവും നോക്കാം. സാധാരണ ഡിറ്റർജൻറ്റിൽ ഏറ്റവും കൂടുതൽ ഫോസ്ഫേറ്റ് അടങ്ങിയിട്ടുണ്ടാവും. ഈ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ബ്ലീച്ച് ഇതെല്ലാം കൊടുക്കുന്നത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമ്മുടെ കുളങ്ങൾ നോക്കാം, പായൽ വന്ന് കയറി, പുഴകൾ നാശമായി. പണ്ടൊക്കെ നിങ്ങൾക്കറിയാം, പണ്ടത്തെ പ്യുവർ ആയിരുന്നു, ഇപ്പോൾ എല്ലാം നശിച്ചിരിക്കുകയാണ്. ഇതിന് മെയിൻ കാരണം ഈ ഫോസ്ഫേറ്റിങ്ങും പിന്നെ EDTA എന്ന് പറയും. EDTA കണ്ടപോലെ കെമിക്കൽസ് യൂസ് ചെയ്തിരിക്കുക. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാം. എങ്ങനെ നമുക്കിത് മനസ്സിലാക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അവർ പ്രോഡക്ട്സ് ആൻഡ് വാട്ട് എവർ യു പർച്ചേസ് ഫ്രോം ദി മാർക്കറ്റ്. പിന്നെ പ്രൈസ് കമ്പാരിസണും പറയാം. ഒരു ചെറിയ ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. വാട്ടർ. അതിലേക്ക് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ്, അത് ഏത് ബ്രാൻഡ് കൂടെ ആയിക്കോട്ടെ, ഞാൻ ബ്രാൻഡ് പറയുന്നില്ല ഇവിടെ, അത് ഞാനൊരു സ്പൂൺ ഇടാൻ പോവാണ്. ഇത് നന്നായിട്ട് ഇളക്കുകയാണ്. ഇന്ന് മുഴുവൻ ഇളക്കിയാലും ശരി, ഇതിൻ്റെ അടിയിൽ കുറേ തരികൾ ബാക്കിയുണ്ടാവും. ഈ തരികളാണ് നിങ്ങളുടെ ഷർട്ടിൻ്റെ ഇടയിലും ഷഡിയുടെ ഇടയിലും അല്ലെങ്കിൽ നിങ്ങളുടെ കർച്ചീഫിൻ്റെ ഇടയിലും കയറി നിന്നിട്ട് നമുക്ക് സ്കിൻ അലർജിയൊക്കെ ഉണ്ടാകുന്നത്. ഇനി നമ്മുടെ നാച്ചുറൽ പ്രോഡക്റ്റ്, നമ്മുടെ ഇതൊന്ന് നോക്കാം. ഇത് ഞാൻ ഒരു ഗ്ലാസ്സിൽ എടുക്കുന്നു. ഇത് 1 ലിറ്ററിന് 1 ml എന്നാണ് ഇതിൻ്റെ കണക്ക്. 1 ലിറ്ററിന് 1 ml എന്നാണ് കണക്ക്. നമുക്ക് നോക്കാം. 2 ml ഞാൻ ഒഴിക്കാം. 2 ml ഞാൻ ഒഴിക്കുന്നു. ഇത് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ ലിക്വിഡ് ഡിറ്റർജൻറ്റാണ്. ദ ഫസ്റ്റ് ലിക്വിഡ് ഡിറ്റർജൻറ്റ് യൂസ് ഇൻ ഇന്ത്യ. തരികളൊന്നുമില്ല. മനസ്സിലായല്ലോ? ഇനി 2ലേക്ക് ഞാൻ ഇത് നമ്മൾ സാധാരണ സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞപ്പൊടിയാണ്, ടർമറിക് ആസിഡ് എന്ന് പറയും. നമുക്കിത് രണ്ടിലൊന്ന് മിക്സ് ചെയ്ത് നോക്കാം.
ആദ്യം ഞാൻ ഇതിലിടുകയാണ്. ഇതിലിട്ടു, ഒന്ന് ഇളക്കി നോക്കി. ഇത് കംപ്ലീറ്റ് കളർ മഞ്ഞയായി, ചുമപ്പായി, സോറി, ഹൈലി കെമിക്കലാണ്. സെയിം തന്നെ ഞാൻ നമ്മുടെ സൈറ്റിലേക്ക് ഇടാണ്. ഇറ്റ് ഈസ് യെല്ലോ ഇൻ കളർ. അപ്പോൾ ഇത് ഒരെണ്ണം ഹൈലി കെമിക്കലും ഒരെണ്ണം നാച്ചുറലുമാണ്. ഇനി എന്താണ് നമ്മുടെ പ്രോഡക്റ്റിൽ അടങ്ങിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഞാൻ നേരത്തെ പോലെ ബയോഗാസ് ഫോർമുലയാണ്. അതുകൂടാതെ ഫാബ്രിക് സോഫ്റ്റ്നർ ഉണ്ട്, തുണി സോഫ്റ്റ് ആവും. പിന്നെ വൈറ്റനിങ് ഏജൻ്റ് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് നീല ഉജാലൊന്നും കാര്യമായിട്ട് മുക്കണ്ട. പിന്നെ ആൻറ്റി കൊറോസീവ് ഏജൻ്റ് ഉണ്ട്. നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ അടിവശം ഒന്നും തുരുമ്പ് പിടിക്കില്ല, നമ്മുടെ ഹുക്കൊന്നും തുരുമ്പ് പിടിക്കില്ല. പിന്നെ ലോ ഫോമിങ് ഏജൻ്റ്, ലോ ഫോമിങ് ഫോർമുലയാണ്. എന്ന് വെച്ചാൽ വെറുതെ പത വരില്ല. അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് മതി, കറണ്ട് കുറച്ച് മതി. ഇതിൻ്റെ ഉപയോഗക്രമം എങ്ങനെയാണെന്ന് നോക്കാം. 5 ലിറ്റർ ഹാൻഡ് വാഷിങ്ങിനാണെങ്കിൽ 5 ലിറ്റർ വെള്ളത്തിൽ 5 ml മതി. 5 ലിറ്റർ വെള്ളത്തിൽ 5 ml മതി. അതേസമയം ചെറിയ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ 10 ml ഉപയോഗിക്കണം. മീഡിയം വാഷിംഗ് മെഷീൻ ആണെങ്കിൽ 15 ml അല്ലെങ്കിൽ 20 ml. നമുക്ക് ഇതിപ്പോൾ ഇതിൻ്റെ ഒരു 1 ലിറ്റർ വിൽ കോസ്റ്റ് യു അറൗണ്ട് 900 rupees. എന്ന് വെച്ചാൽ നമുക്കൊരു ഹാൻഡ് വാഷിന് ഒരു 4 രൂപ ചിലവ് വരുള്ളൂ. അല്ല, ഒരു ചെറിയ ഇതിനാണെങ്കിൽ 10 രൂപ അല്ലെങ്കിൽ 9 രൂപ ചിലവ് വരും. വേറെ നമ്മൾ മറ്റേ കെമിക്കൽ സാധനം ഉപയോഗിക്കുമ്പോൾ നമുക്കതിൻ്റെ കോസ്റ്റ് തന്നെ 9 രൂപ കൂടുതൽ വരും. അതുകൂടാതെ നമുക്ക് കൂടുതൽ വെള്ളം വേണ്ടി വരും, കൂടുതൽ എനർജി വേണ്ടി വരും, കറണ്ട് വേണ്ടി വരും. ഇതെല്ലാമാണ്. അപ്പോൾ ദയവായിട്ട് നിങ്ങളെല്ലാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കെമിക്കൽസ് നമ്മുടെ വീട്ടിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക. സ്റ്റാർട്ട് യൂസിങ് നാച്ചുറൽ പ്രോഡക്ട്സ്. നൗ ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ ഇന്ത്യ. എല്ലാവർക്കും ആംബേ എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ നിന്ന് ഉണ്ടായി കൊണ്ടുവരുന്നത്. നോ, ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ ഇന്ത്യ ഇൻ അവർ ഫാക്ടറി ഇൻ മധുരൈ. മധുരയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഒൺലി ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിട്ട്, ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഉപയോഗിച്ച് മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ മിഷൻ ഈസ് ഹെൽത്തി ഇന്ത്യ, ഗ്രീൻ ഇന്ത്യ ആൻഡ് കെമിക്കൽ ഫ്രീ ഇന്ത്യ. ലെറ്റ് us work together. Thank you.